ഈ കല്യാണം മുടക്കികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ കടന്നു വരാറുണ്ട്. അത് വളരെ സീക്രറ്റായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആരൊക്കെയോ കല്യാണം മുടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് കാണും. മിക്കവാറും ആ പ്രദേശത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കല്യാണം മുടക്കി പുറമെ ആരുമല്ല, സ്വന്തം അച്ഛൻ തന്നെയാണ്. സ്വന്തം അച്ഛൻ സ്വന്തം മകളുടെ കല്യാണം മുടക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്ര ക്രൂരമാണ് അല്ലേ? അങ്ങനത്തെ ഒരു അച്ഛനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 28 വയസ്സോളായി, നന്നായി പഠിച്ചുള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ, പ്രപ്പോസൽ വന്നു പോയി കഴിഞ്ഞാൽ ഉടൻ ഇദ്ദേഹം ഇറങ്ങുകയായി. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരോട് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം മകളുടെ കുറ്റങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ മുടക്കും എന്നുള്ളതാണ്. സ്വന്തം മകളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി അത്രമാത്രം പാടുപെടുന്നവരാണ് അച്ഛന്മാരെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ സ്വന്തം മകളുടെ കല്യാണം മുടക്കി കഴിഞ്ഞ് അതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത്. കാരണം ഭാര്യയോടുള്ള പ്രതികാരം എന്നുള്ളതിലേക്ക് ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്നേഹം അമ്മയോടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതികാരം തീർക്കുന്ന ഈ രീതിയിലാണ് മകളുടെ കല്യാണം മുടക്കിക്കൊണ്ട്. അങ്ങനെ അദ്ദേഹം സന്തോഷിക്കുന്ന ഒരു പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും അച്ഛനോട് അത്തരത്തിലുള്ള വെറുപ്പൊന്നും ഈ കുട്ടിക്കില്ല. കുട്ടി ഇപ്പോൾ അച്ഛനോട് വെറുപ്പില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്തായാലും പാടില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ചില അച്ഛന്മാരുടെ കുറിച്ചാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ട അച്ഛൻ തന്നെ സ്വന്തം മകളുടെ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്നത് ഇതിൽ വലിയ ക്രൂരത. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പിശാച് മനുഷ്യന് രൂപം പ്രാപിക്കുക എന്നൊക്കെ പറയും. അത്തരത്തിലുള്ളൊരു സാധനമാണെന്നൊക്കെ ഇതിനെ വിവരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിത്രീകരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അച്ഛനെ കുറിച്ചാണ് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.